നേരത്തെ കുട്ടിയാനെ എത്തിയ വയനാട് പുൽപ്പള്ളിയിലെ ചേകാടി ഗവൺമെന്റ് LP സ്കൂളിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട്. സുർജിത്ത്, നേരത്തെ അതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു. ഇനി ആനക്കൂട്ടത്തിനൊപ്പം ആ കുട്ടിയാനയെ ചേർക്കാനുള്ള ശ്രമമാണ് വനവകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. എന്താണ് ആ സ്കൂളിൽ നിന്ന് പങ്കുവെക്കാൻ കഴിയുന്നത്? വലിയ കൗതുകമുള്ള കാഴ്ചയായിരുന്നു. കുട്ടികളൊക്കെ വലിയ സന്തോഷത്തിലായിരുന്നു. ആ സ്കൂളിൽ നിന്ന് പങ്കുവെക്കാൻ കഴിയുന്ന വിവരങ്ങൾ എങ്ങനെ, സുർജിത്ത്? റിജിത്ത് സന്തോഷത്തിലാണോ എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയുകയില്ല. കാരണം ഇവരെ സംബന്ധിച്ച് വലിയ ആശങ്കയാണ്, പ്രത്യേകിച്ച് അധ്യാപകർക്ക്. കുട്ടികളുടെ സുരക്ഷിതത്വം അടക്കമുള്ള കാര്യങ്ങൾ നോക്കേണ്ടതുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ആനകൾ വരുന്നതൊന്നും അത്ര സന്തോഷകരമായ കാര്യമല്ല എന്നുള്ളത് ആദ്യം തന്നെ പങ്കുവെക്കുകയാണ്. നമുക്കൊരു കൗതുകമാകും, പക്ഷേ അങ്ങനെയല്ല ഇവിടെ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം. എന്തായാലും കുട്ടികൾ ഇവിടെ വനമേഖലയോട് ചേർന്നാണ് ഈ സ്കൂൾ ഉള്ളത്. അതായത് തൊട്ടടുത്ത് തോട്ടമുണ്ട്. ആ തോട്ട മേഖലയിൽ നിന്ന് വനത്തിൽ നിന്ന് ഇറങ്ങി വന്ന ആനയാണ്. രാവിലെ ഒരു കിടങ്ങിൽ ഈ ആന വീണിരുന്നു. അതിനുശേഷം അതിനെ തളയാനോടെ അടുത്താക്കാൻ വനംവകുപ്പ് ശ്രമം നടത്തി. പക്ഷെ പിന്നീട് അത് വീണ്ടും ഇവിടേക്ക് കടന്നു വരികയാണ് ഉണ്ടായത് എന്നുള്ളതാണ് ഇവരൊക്കെ പറയുന്നത്. ഇവിടെ കുട്ടികളുണ്ട്. കുട്ടികൾ സ്കൂൾ വിട്ട് വീടുകളിലേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുകയാണ്. അതിനിടെയാണ് നമ്മൾ എത്തിയത്. എന്തായാലും അധ്യാപകർ നമ്മളൊപ്പം ചേരുകയാണ്. ടീച്ചർ, ഏത് സമയത്ത് സംഭവിച്ചത്? എന്താണ് സംഭവിച്ചത്? ഞങ്ങൾ ഉച്ചയ്ക്ക് 12:30 കുട്ടികളെ വിടും ഭക്ഷണം കഴിക്കാനായിട്ട്. ഭക്ഷണം കഴിച്ച് കുട്ടികൾ കഴിഞ്ഞു. ഏതാണ്ട് 1 മണിക്കൂർ ആയി. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഏതാണ്ട് 1 മണിയായപ്പോൾ പിന്നെ ആനയുണ്ട് എന്ന് പറഞ്ഞ് തോട്ടം വഴിയെല്ലാം ആളുകളെല്ലാം ഓടുന്നുണ്ട്. അപ്പം ഞങ്ങൾ അലറുന്ന ഒച്ചയും കേൾക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ കുട്ടികളെ വേഗം സേഫാക്കാൻ വേണ്ടി എല്ലാവരെയും റൂമിൽ കയറ്റി ഞങ്ങൾ വാതിലടച്ചു. ഞങ്ങൾ പുറത്തു നിന്നു. അപ്പോഴാണ് ആന പിന്നെ തോട്ടം വഴി ഓടി ആളുകളെല്ലാം പുറകിലുണ്ടായിരുന്നു. അങ്ങനെ ആന നമ്മുടെ കോമ്പൗണ്ടിലേക്ക് പ്രവേശിച്ചു. കാണാൻ കൗതുകമാണ്, പക്ഷേ ചന്തവുമാണ്, ഒക്കെ സമ്മതിക്കാം. പക്ഷെ ഞങ്ങൾക്ക് കുറച്ച് സമയം ഞങ്ങൾക്ക് വല്ലാത്തൊരു വേവലാതിയായിരുന്നു. ഒന്ന്, ഞങ്ങളുടെ മക്കള് ചെറിയ കുട്ടികളാണ്. ആനക്കുട്ടീനേക്കാളും ആനക്കുട്ടി വലുപ്പമുണ്ട്. പക്ഷേ ഞങ്ങളുടെ മക്കൾ അതിലും ചെറുതല്ലേ. രണ്ടും കുട്ടികളാണെങ്കിലും നമുക്ക് എന്താ പറയുക, അത്രയും ചെറിയ മക്കളെ നമ്മൾ എന്തു ചെയ്യും, പുറത്ത് ചാടിയാൽ എന്തു ചെയ്യും എന്നുള്ളൊരു വേവലാതെ ഞങ്ങളെ വല്ലാതെ അലട്ടിയിട്ടുണ്ട്. എന്തായാലും ഇവിടുത്തെ നാട്ടുകാരെല്ലാം വാർഡ് മെമ്പർ വിളിച്ചു പറയുകയും വേഗം പിന്നെ ഏതാണ്ട് 1 മണിക്കൂറിനുള്ളിൽ തന്നെ അവിടുന്ന് പിന്നെ വനപാലകരെത്തുകയും ചെയ്തു. പിന്നെ എല്ലാം ഇവിടെ ചുറ്റുവട്ടത്തുള്ളവരെല്ലാം നമുക്കൊരു സംരക്ഷണമായിട്ട് ഞങ്ങളെ പൊതിഞ്ഞ് തന്നെ നിന്നു എന്ന് വേണം പറയാൻ. അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ എന്താ പറയുക, പിന്നീട് ഞങ്ങൾ ആസ്വദിച്ചുവെങ്കിലും എല്ലാവരും ഞങ്ങളെ സംരക്ഷിച്ചു. വളരെ എന്താ പറയുക, സന്തോഷത്തോടു കൂടി തന്നെ അവനെ പിടിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. കുട്ടികള് നിങ്ങൾ കണ്ടോ? ആനയെ കണ്ടോ? ആനയെ കണ്ടോ? എന്താ തോന്നി? പേടിച്ചോ? പേടിച്ചു. അതെ. ആരാ ആനയെ കണ്ടോ? ആനയെ കണ്ടോ? ആരൊന്നും പറയുന്നില്ല, നാണക്കാരാണ്. ശരിക്കും ഒരു ഇവിടെ സ്ഥിരം ആനയുടെ പ്രശ്നമുള്ള മേഖലയാണോ? സ്ഥിരമായിട്ടുണ്ട്. എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്? വണ്ടിയൊക്കെ പോകുമ്പോൾ പുറകെ വരും, വരാറുണ്ട്. കുട്ടികള് നിങ്ങൾ ആരാ ആന കണ്ട ആള്? ആന കണ്ടോ? നല്ല രസം, അടിപൊളിയായിരുന്നോ? ആനയെ കണ്ടു. ഇവരൊക്കെ ആനയെ കൃത്യമായിട്ട് കാണാൻ പറ്റി ഇവർക്കൊക്കെ. പിന്നെ ഇവര് സ്ഥിരമായിട്ട് ഇങ്ങനെ ആന ഇറങ്ങുന്ന ഒരു പ്രദേശമാണല്ലോ ടീച്ചറെ? അതെ അതെ, ഇറങ്ങാറുണ്ട്. ഉണ്ട്, വണ്ടിയിലൊക്കെ വരുമ്പോ കാണാറുണ്ട്. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇവിടുത്തെ അധ്യാപകരൊക്കെ ജോലി ചെയ്യുന്നത് ഉള്ള കാര്യം കൂടി നമുക്ക് പങ്കുവെക്കാനുണ്ട്. കാരണം ഇവിടെ വന മേഖലയോട് ചേർന്ന പ്രദേശമാണ്. അവിടെയാണ് ഇവർ ഇങ്ങനെ ജോലി ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്രയും അങ്ങനെ ഒരു മുൾമുന കൂടി ഇവർക്ക് മുന്നിലുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെല്ലാം ചേർന്ന് ഈ ആനക്കുട്ടിയെ തള്ളയാനയുടെ അടുത്ത് ആ ആനക്കൂട്ടത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമം തുടരുകയാണ്. ശരി, സുർജിത്ത് അയ്യപ്പത്താണ് വയനാട് പുൽപ്പള്ളിയിലെ ചേകാടി ഗവൺമെന്റ് LP സ്കൂളിൽ നിന്ന് വിവരങ്ങൾ പങ്കുവെച്ചത്. കുട്ടികളുടെയൊക്കെ പ്രതികരണങ്ങൾ, അധ്യാപകരുടെയൊക്കെ പ്രതികരണങ്ങൾ പങ്കുവെച്ചത്. നേരത്തെ അവിടേക്കൊരു കുട്ടിയാനെ എത്തിയിരുന്നു. അതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു.